ഹാഷ്ടാഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്കവാറും എല്ലാ ദിവസവും വയ്ക്കുന്നൊരു മീൻകറി തന്നെയാണ്, പക്ഷേ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് അയല മീനാണ്. മീൻകറിക്ക് സ്വാദ് കൂട്ടുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 1 കപ്പ് തേങ്ങ, ഒരു പച്ചമാങ്ങ, 5 ചെറിയ ഉള്ളി, 4 തണ്ട് കറിവേപ്പില, ഒരു 4-5 പച്ചമുളക്, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി. ഇനി അതിനൊപ്പം ഞാൻ കുറച്ച് വറ്റൽ മുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വറ്റൽ മുളക് ഒരു 10-12 വറ്റൽ മുളക് എടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. ഇനി കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, ചെറിയ ഉള്ളി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി കുതിർത്തി വെച്ചിരിക്കുന്ന വറ്റൽ മുളക്, ഒപ്പം എടുത്തു വെച്ചിരിക്കുന്ന വാളൻപുളി, അത് ചാറോട് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മാങ്ങയെല്ലാം ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മാങ്ങയിട്ട മീൻകറിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. ഇനി പുളിയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഫുള്ള് മാങ്ങ ചേർക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി കഷ്ണം മതിയാകും. ഇനി ഇവിടെ ഞാൻ മാങ്ങ ഇട്ടിരിക്കുന്നത് അതിൻ്റെ സ്കിന്നോട് കൂടിയാണ്, മാങ്ങയുടെ തോൽ കളയാതെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഒന്നെടുക്കാം, ക്ലീൻ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇടത്തരം വലിപ്പത്തിലുള്ള അയലയാണ്. ചെറിയ അയലയ്ക്കും വലിയ അയലയ്ക്കും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഈ സൈസിലുള്ള അയല മീനാണ് ഏറ്റവും കറി വയ്ക്കാൻ ബെസ്റ്റ്. ഇനി അതുപോലെ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കത്രികയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് കത്തിയേക്കാൾ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കത്രികയാണ്. ഇതാകുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി മീനെല്ലാം നമുക്ക് കഴുകി കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അത്രയും മീൻ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. ബാക്കി പകുതി ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് അതിൽ മീൻ ഇട്ട് കൊടുത്ത് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കും. എത്ര നാൾ വേണമെങ്കിലും ഇത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം എല്ലാം ഒന്ന് സിമ്മിലാക്കിയിട്ടിട്ട് നമുക്കിത് മീൻകറിയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തോളൂ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ കറിവേപ്പിലയും പച്ചമുളകും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. എത്രത്തോളം കറിവേപ്പില ചേർക്കുന്ന അത്രത്തോളം നല്ലത്. ഈ മീൻകറിക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു നല്ലൊരു ഓറഞ്ച് നിറമാണ്. ഈ ഓറഞ്ച് നിറം കിട്ടിയത് തന്നെ ആ വറ്റൽ മുളക് കുതിർത്ത് അരച്ചത് കൊണ്ടാണ്. ഇനി അല്പം കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. കറിയിൽ തിള വരുമ്പോഴേക്കും എടുത്തു വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ കൊണ്ട് ഇളക്കാനേ പാടില്ല. വളരെ സൂക്ഷിച്ചായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ആയാൽ മീൻ നന്നായി പൊടിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഈ കറി ഒന്ന് മൂടി വെച്ച് തിളയ്ക്കാനായിട്ട് വെക്കുക. ഒരല്പം കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. സ്പൂണ് വെച്ച് ഇളക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല മെത്തേഡാണിത്. കറി ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ മാങ്ങയുടെ കഷ്ണങ്ങളെല്ലാം വെന്തുടഞ്ഞു പോകും. ഇനി ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീൻ കറിയുടെ പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഈ സമയത്ത് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോടൊപ്പം ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ കറി, സൂപ്പർ മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരല്പം ചോറിനൊപ്പം ഈ അയല മീൻ കറിയും കപ്പ ഉടച്ചതും മാങ്ങ അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം ഉഷാർ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ
ഓൾ എന്നുള്ളൊരു ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.